നമ്മൾ മലയാളികൾ വിദ്യാസമ്പന്നരും അതിലുപരി ശാസ്ത്രബോധമുള്ള ആളുകളാണ് എന്ന് അഭിമാനിക്കുന്ന സമയത്തും പലരുടെയും കമന്റ് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ്. ചങ്ങനാശ്ശേരിക്കാരൻ ഒരാൾ പെട്രോളും ഡീസലും റീചാർജും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററിനെ കുറിച്ചുള്ള വീഡിയോയുടെ താഴെയുള്ള കമന്റ്സിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 900-ത്തിനടുത്ത് കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാം വലിയ വലിയ കമന്റ്സ്. അതിലെ പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. 1. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു, അവിടെ പോയിട്ട് ഇത് തെറ്റാണ് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നത് മറ്റുള്ളവരുടെ ബാധ്യതയല്ല. ഇതുപോലെ ഇതിനെതിരായിട്ട് പലരും വീഡിയോയും പോസ്റ്റും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും കടമയല്ല അത് തെറ്റാണ് എന്ന് തെളിയിക്കുക. മറിച്ച് ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ ബാധ്യതയാണ്, ബേസിക് ആയിട്ടുള്ള ബാധ്യതയാണ് അത് പ്രവർത്തിപ്പിച്ച് കാണിക്കുക എന്നുള്ളത്. അത് 1-2 മണിക്കൂറല്ല, ഒരു ദിവസമോ 2 ദിവസമോ തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിച്ച് കാണിക്കുക. അത് അയാളുടെ ബേസിക് ആയിട്ടുള്ള കടമയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത്, താങ്കൾ അവിടെ പോയിട്ട് ഇത് കണ്ടിരുന്നു, അത് കണ്ടിട്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ പോരെ എന്ന്. അത് അവിടെ പോയി കാണാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. എന്നാൽ അത് അദ്ദേഹം സമ്മതിക്കുമോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ടെക്നോളജി ലീക്കാവും എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിക്കാനായിട്ട് സാധ്യതയില്ല. ഇനി അദ്ദേഹം അത് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും പോയിട്ട് അത് നേരിട്ട് കണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പരിശോധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത്, അതും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ശാസ്ത്രമല്ല നാളത്തെ ശാസ്ത്രം, ഇന്നത്തെ ശാസ്ത്രം തെറ്റാണ് എന്ന് തെളിയും. അതിന്റെ ഉത്തരം, അതൊരു തീർത്തും തെറ്റിദ്ധാരണയാണ്. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ തെറ്റാവുന്നില്ല, അത് തിരുത്തപ്പെടുകയാണ് കൂടുതൽ കൃത്യതയോടെ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാനുള്ളത് പ്ലൂട്ടോ പണ്ട് ഗ്രഹമായിരുന്നു, പ്ലൂട്ടോയെ ഗ്രഹത്തിൽ നിന്ന് മാറ്റി എന്നൊക്കെയാണ്. അതൊരു തിരുത്തൽ മാത്രമാണ്. കാരണം ഗ്രഹത്തിന്റെ സ്പെസിഫിക്കേഷൻ മാറിയപ്പോൾ അത് പ്ലൂട്ടോ ഗ്രഹത്തിൽ നിന്ന് മാറി കുള്ളൻ ഗ്രഹമായി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ശാസ്ത്രീയമായിട്ട് തെറ്റല്ല. ഇങ്ങനെയുള്ള ചോദ്യം വരുന്നത് ശാസ്ത്രത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള ആളുകൾ തീർത്തും ശാസ്ത്രം എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്തേത്, താങ്കൾക്ക് അദ്ദേഹത്തോട് അസൂയയാണ്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അങ്ങനെ എന്റെ അസൂയ കാണിക്കാനുള്ള ഒരു പേജല്ല, ഇത് ശാസ്ത്രലോകം പേജാണ്. 14-15 വർഷമായി ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പേജിലൂടെ ഷെയർ ചെയ്യുന്നു. ധാരാളം ആളുകൾ ഇതിന്റെ സംശയം ചോദിച്ചത് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതല്ലാതെ എനിക്ക് അസൂയ ഉണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ടെക്നോളജി തടഞ്ഞു വെച്ചിരിക്കുകയോ അദ്ദേഹത്തിന്റെ ബോസോ ഒന്നുമല്ല ഞാൻ. അത് കാരണം തന്നെ എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ടെക്നോളജി അദ്ദേഹം അത് തെളിയിക്കാം. ഇനി അടുത്തത്, അദ്ദേഹം പേറ്റന്റിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം കൊടുത്തത് 2021 ഏപ്രിൽ 16-ാം തീയതിയാണ്. സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഈ പാറ്റന്റിന് അപ്രൂവ് ആവാനായിട്ട് 1.5 വർഷം മുതൽ 2 വർഷം വരെയാണ് എടുക്കുക. ഇപ്പോൾ ഇത് 5 വർഷം കഴിഞ്ഞു, അത് ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ല. ലോകം മുഴുവനും പല ആൾക്കാരും പൈസയേക്കാൾ കൂടുതൽ എനർജിക്കാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള എണ്ണഖനനം വേണ്ട, ഹോർമോസ് കടലിടുക്ക് വേണ്ട, ന്യൂക്ലിയർ റിയാക്ടറുകൾ വേണ്ട, തെർമൽ റിയാക്ടറുകൾ വേണ്ട, അണക്കെട്ടുകൾ, ഇടുക്കി ഡാം ഒന്നും വേണ്ട, KSEB ഒന്നും വേണ്ട. ഇതുപോലുള്ള മെഷീൻ ഓരോ വീട്ടുകാർക്ക് സപ്ലൈ ചെയ്താൽ മാത്രം മതി. ആദ്യം അത് ബാറ്ററിയിൽ നിന്ന് പ്രവർത്തിപ്പിക്കുക, പിന്നീട് അതിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് തന്നെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുക. ലോകത്തിൽ ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെക്കാൾ വലിയൊരു കണ്ടുപിടുത്തമായിരിക്കും ഇത്. ഇനി ഞാൻ ബേസിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ ഇദ്ദേഹം പറയുന്നത് പ്രകാരം ഇദ്ദേഹത്തിന്റെ മെഷീനിലേക്ക് 400 വാട്ട്സ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ 1500 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുമെന്നാണ്. ഈ വാട്ട്സ് ടേം ഒന്നും പല ആൾക്കും പരിചയമുണ്ടാവില്ല. അത് കാരണം തന്നെ ഞാൻ അത് പൈസയുടെ രൂപത്തിൽ പറയാം. കാരണം എനർജി എന്ന് പറയുന്നത് പൈസയേക്കാൾ വാല്യൂ ഉള്ളതാണ്. നാളെ ഒരുപക്ഷെ മനുഷ്യർ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് പൈസയ്ക്കൊന്നും വില ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും എനർജിക്കായിരിക്കും കൂടുതൽ വില. അത് കാരണം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് എനർജിക്ക് പകരം നമ്മൾ പൈസയായിട്ട് പറയാം. എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, ഇതുപോലെ ഒരു മെഷീൻ. ഇതിലേക്ക് 400 രൂപ ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപ പുറത്തേക്ക് വരും. 400 രൂപ ഇട്ടു, 1500 പുറത്തേക്ക് കിട്ടും. ഇതിൽ 4 ലക്ഷം രൂപ ഇട്ടു, 15 ലക്ഷം രൂപ പുറത്തേക്ക് വന്നു. 4 കോടി രൂപ ഞാൻ ഇടുന്നു, 15 കോടി രൂപ പുറത്തേക്ക് വന്നു. ഇതേപോലുള്ള ഒരു മെഷീനാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഇത്രയും നല്ല മെഷീൻ, അതായത് പൊന്മുട്ടയിടുന്ന താറാവിനെ വെച്ചിട്ടാണ് അദ്ദേഹം ഫണ്ടിനായിട്ട് പൈസ അന്വേഷിക്കുന്നത്. ഇനി നിങ്ങൾ പറയും, ഇതുപോലെ പൊന്മുട്ടയിടുന്ന താറാവിനെ കയ്യിൽ വെച്ചിട്ട് ഫണ്ടിന് പൈസ തേടുന്ന അദ്ദേഹത്തെ എന്താണ് വിളിക്കേണ്ടത്?